ഞാലിപ്പുഴ. ചപ്പാത്തി വരുമ്പോ ഞാൻ പ്രതി വലിപ്പമുണ്ട്. നമ്മളിപ്പോ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് മലമ്പുഴയിലേക്കാണ്. മലമ്പുഴ റിസോർട്ടാണ്. ആ റിസോർട്ടിന്റെ പേരേതെന്ന് അറിയില്ല. ഈ കാറിൽ 3 പേരേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ താണാവ് വഴി കയറിയിട്ടുണ്ട്. താണാവ് ഒലോക്കോട് ടച്ച് ചെയ്യാതെ താണാവ് വഴി കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോവാം. പക്ഷെ ഒലോക്കോട് വഴി കയറിയാൽ നല്ല ബ്ലോക്ക് ആയിരിക്കും. എന്തൊക്കെ വാങ്ങുന്നുണ്ട്? 3 കൈസ് വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട വേണം. മുട്ട ട്രൈ ആയിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. ചെറുപഴം ഞാലിപ്പൂവിനാട്ടോ വാങ്ങാൻ പറഞ്ഞു. ഞാലിപ്പൂവൻ 60 മുട്ടയാ. 60 മുട്ടയാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എത്ര? 2 ട്രേ അല്ലേ? ഒരു ട്രേക്കകത്ത് 30 തന്നോ? അപ്പൊ 60 മുട്ട. 60 മുട്ടയും പിന്നെ എത്ര കേസ് വെള്ളമാണ്? 4 കേസ് വെള്ളം. 4 3 കേസ് എന്ന് പറഞ്ഞേ. 4 കേസ് എടുത്തോ. അപ്പൊ ഇനി വെള്ളമൊക്കെ വാങ്ങി സെറ്റ് ആക്കിയിട്ടേ നമ്മള് നേരെ പോകുന്നത് നമ്മള് ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിലേക്കാണ്. നമുക്ക് വൈദ്യുതി ഇങ്ങോട്ട് ഇറങ്ങിയല്ലോ. അതാ നല്ല തോന്നുന്നു. ഇവിടെ ഇറങ്ങിയാലോ? നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഒരു ഏരിയയുടെ ഭാഗമാണ്. ഫുള്ളും നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഈ ഒരു ഏരിയയിലാണ് ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ചുറ്റും റബ്ബർ കാടാണ്. റബ്ബർ കാടിൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഓൾറെഡി നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്, വ്യൂസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങിയതാണ്. ഇവിടെ ചെറിയായിട്ടൊരു ഊഞ്ഞാല് പോലെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ കൂടെ. ഊഞ്ഞാല് പോകുന്ന ചെറിയ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളും റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൻ്റെ അടുത്തൊരു ചെറിയ ഫാം സ്റ്റേ ആണ്. എന്നാലും കുഴപ്പമില്ല, ഒരു പ്രത്യേക വൈബാണ്. നല്ല കാറ്റുണ്ട്. മോർണിംഗ് ഈവനിങ് നല്ല തണുപ്പുണ്ടാവും ഇവിടെ. താഴത്ത് 2 വണ്ടികൾ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ കാണുന്നതാണ് നമ്മുടെ ഹോം സ്റ്റേ. കണ്ടില്ലേ? ഇതിൻ്റെ മുകളിലാണ്. നമ്മൾ ഏകദേശം ഒരു 9-10 പേരുണ്ട്. നമ്മളൊരു 10 പേരാണ് ഇവിടെ ഇപ്പോൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു അക്കോമഡേഷനൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇനിയിപ്പോൾ റൂമൊക്കെ എങ്ങനെയുണ്ട് നോക്കണം. ഇതിന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ പോയിട്ട് റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാം. ഒരു ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു ഹോളാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. കിച്ചണൊക്കെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. ചെറിയ സ്പേസാണ്. നല്ല ചൂടുണ്ട് ഇവിടെ. പിന്നെ ഉള്ളത് ചെറിയൊരു ഏരിയ. തൽക്കാലം ഒരു ചെറിയൊരു സെറ്റിങ്സ് ആണ് ഇവിടെ. നമുക്കെന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് താമസിച്ച് പോവാൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ വലിയൊരു അടിപൊളിയാണെന്ന് പറയാനൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുൻവശം ഇവിടെ നിന്ന് കയറി നോക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാത്തൊരു വ്യൂ ആണ്. അല്ലാതെ ഒരു അടിപൊളിയാണ് എന്ന് പറയാനൊന്നുമില്ല. എന്തായാലും കുഴപ്പമില്ല. ബാത്റൂം ഫെസിലിറ്റി ഒരു ബാത്റൂമേ ഉള്ളൂ ഇവിടെ.
എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. രണ്ട് പോരായ്മകളായിട്ട് തോന്നുന്നു. നമുക്ക് ഇവിടെ സീലിംഗ് ഇല്ല കേട്ടോ. ഈ സീലിംഗ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നല്ല ചൂടടിക്കുന്നത്. രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫ്രിഡ്ജോ മറ്റു കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു കൂളിംഗ് ആയിട്ടുള്ള വാട്ടറോ മറ്റു സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ബാത്റൂമേ ഉള്ളൂ ഫെസിലിറ്റീസ്. പിന്നെ നമുക്ക് വലിയൊരു ഫെസിലിറ്റി എന്ന് പറയാനില്ല. ജസ്റ്റ് ഒരു കട്ടിലും അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. നിലത്ത് അവിടെ ഇങ്ങനെ വിരിച്ച് കിടക്കേണ്ടി വരും. അതൊരു വൈബാണ്, അത്രമാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ജസ്റ്റ് എൻജോയ് ചെയ്ത് പോവാം. നമ്മുടെ രണ്ട് മച്ചാന്മാരുണ്ട്. അപ്പൊ അവരിവിടെ സലാഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എഗ് ചില്ലിയാ? ഇവിടെ നോക്കട്ടെ. ഗ്യാപ്പ് താ. ഇതാണ് നിന്റെ എഗ് ബുർജി? എഗ് ബുർജിയാ? ബുർജി വലിയ ഫോയിലുണ്ടോ? ഞാൻ കഴിച്ചില്ല എഗ് ബുർജി. ഞാൻ 2 പ്ലേറ്റ് എടുക്കാനാണ് ശരിക്കും ഇവിടെ വന്നത്. ഉള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇവിടെ. എന്തൊക്കെയുണ്ട് മച്ചാന്? കുക്കുംബർ, ക്യാരറ്റ്, സവാള, പച്ചമുളക്. സവാള വട്ടത്തിലല്ലേ കേട്ടോ? വട്ടത്തിൽ നല്ല തണുപ്പാണ് കുക്കുംബർ. ക്യാരറ്റ് ഫ്രഷ് ആയിട്ടുണ്ട് അല്ലേ? എവിടെന്ന്? ഊട്ടിന്നാ? എവിടെ? പൈസ കൊടുത്ത് അന്തസ്സായിട്ട് വാങ്ങിയതാണ് കുക്കുംബർ. നോക്ക്, അയാൾ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണെന്ന്. നല്ല വലിപ്പമുണ്ട്. കുറച്ചും കൂടെ നിൽക്കുക. അപ്പൊ ഇവിടെ പോവാ. ഇവിടുത്തെ നൈറ്റ് വൈബാട്ടാ നിങ്ങൾ കാണുന്നത്. വൈബ് എന്നല്ല, ശരിക്കും ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നല്ല പേടിയാണ്. നല്ല ഇരുട്ടാണ്, അപ്പുറത്തൊന്നും ജനവാസങ്ങളില്ല. നമ്മൾ ഈ വന്ന ടീം മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഈ തൊടിയിലൊക്കെ നോക്കുന്ന സമയത്തേ ഭയങ്കര നിബിഡമായിട്ടുള്ളൊരു കാടാണ്. ഒരു അന്തമില്ല നോക്കുമ്പോൾ. ശരിക്കും കുറച്ച് നേരമൊക്കെ നമ്മൾ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പേടിക്കും. അമ്മാതിരി ഒരു വൈബ് കിട്ടും. പക്ഷെ സംഗതി സെറ്റാണ്. ബാക്കിയുള്ളൊരു ഉറക്കം ഇടാതെ ഒന്ന് മുഖം കാണിക്കണ. എന്താ ഓഫാക്ക ലൈറ്റ് ഓഫാക്കിയ പോരെ? അതെ. രാത്രി വൈബാട്ടാ. അപ്പൊ രാത്രി ഡാൻസ് ഒക്കെ കളിച്ച് ക്ഷീണിച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് എല്ലാവരും അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ മോർണിംഗ് വ്യൂ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇതിൽ കുറച്ച് വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ പുഴയിൽ കുളിക്കാൻ പോയൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ 2 നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു, രാത്രിയും ഉച്ചയ്ക്കും. അതിൽ പല ആൾക്കാർക്ക് എന്താ വെച്ചാൽ പല അഭിപ്രായങ്ങൾ, പ്രൈവസിയൊക്കെ മാനിച്ചുകൊണ്ട് ആ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇതിന് അടുത്തൊരു പുഴയുണ്ട്, അടിപൊളി വൈബാണ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ്. അതുപോലെ ചില്ല് ചെയ്തിട്ട് പോകാൻ പറ്റും. കുറച്ച് പേര് ഒന്ന് ചില്ല് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അടുത്ത് ഞാൻ പറഞ്ഞില്ല, പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അടിപൊളി വൈബായിട്ട് ഇരിക്കാം. അതുപോലെ ഫുഡൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്ത് കഴിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. അതിനൊന്നും കുഴപ്പമില്ല. എന്തായാലും കുറച്ച് പേരൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ താമസിച്ച് പോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഏരിയ കൂടെയാണ്. ഇനിയും വീണ്ടും ഞങ്ങൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് വരാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഒരു ഞാൻ പറഞ്ഞു ചെറിയ സെറ്റപ്പാട്ടാണ്, വലിയ അങ്ങനെ അടിപൊളി എന്ന് പറയാനൊന്നുമില്ല. എന്നാലും ഒരു എൻജോയ്മെന്റ്, എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ ഇരുന്ന് ഓരോ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്പേസാണ്. അപ്പോൾ ഇത് ശരിക്കും ഓൾറെഡി ഒരു റബ്ബർ തോട്ടത്തിൻ്റെ ഒക്കെ ഒരു സൈഡാണ്. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഷീറ്റ് കൊണ്ടാണ് ഫുൾ ചെയ്തിട്ടുള്ളത്, പാനലിംഗ് ഒക്കെ ചെയ്തിട്ട്
നമുക്ക് റൂംസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ, സി യു.